കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിച്ചത്. മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായിട്ടുള്ള കൂട്ടായ്മയായിട്ടുള്ള അമ്മയുടെ യോഗത്തിൽ, വാർഷിക ജനറൽ ബോഡിയിൽ, അവിടെ സുരേഷ് ഗോപി വന്നു കണ്ടു കീഴടക്കി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മമ്മൂട്ടി ആ യോഗത്തിൽ പോയിട്ടില്ല. മമ്മൂട്ടി UK യിലാണെന്ന് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള നടന്മാർ ഇന്ന് വരെ ഇതിൽ പങ്കെടുക്കാതിരിക്കാറില്ല. കാരണം ഇത് വളരെ നേരത്തെ ഷെഡ്യൂൾ ചെയ്തതാണ്. ആ ഷെഡ്യൂൾ ചെയ്ത അമ്മയുടെ ജനറൽ ബോഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ വേറെ ഒരു പരിപാടിയും ചാർട്ടർ ചെയ്യാറില്ല, അവർ മാറ്റി നിർത്തും. പക്ഷേ ഇത്തവണ സുരേഷ് ഗോപി വരുമെന്ന സൂചന ഒരുപക്ഷെ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഊഹിക്കുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ഈഗോ ഉള്ള ആളാണ്. തനിക്ക് കിട്ടുന്നതിനേക്കാൾ പ്രസക്തി വേറെ ആർക്കും കിട്ടരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടി എൻ്റെ ഒരു സാന്നിധ്യത്തിൽ എന്നേക്കാൾ വലിയ സ്വീകാര്യത സുരേഷ് ഗോപി നാടകീയമായി വരികയും എന്നേക്കാൾ വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുക എന്നുള്ള കാര്യം മമ്മൂട്ടിക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. അവനെ പ്രത്യേകിച്ച് മമ്മൂട്ടി CPMൻ്റെ സഹയാത്രികനൊന്നും അല്ലെങ്കിലും CPMൻ്റെ നുണ പറയാൻ വേണ്ടി മാത്രമുള്ള ചാനലിൻ്റെ ചെയർമാനായിട്ട് നിൽക്കുന്നതാണ്. അതിൽ ഇതുവരെ സത്യമുള്ള വാർത്ത വന്നതായിട്ട് എനിക്കറിയില്ല. എവിടെയെങ്കിലും വല്ല പട്ടിയെത്തുന്നോ പൂച്ചയെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് സത്യം ഉണ്ടാവുമായിരിക്കും. ബാക്കിയുള്ളത് എന്ത് വന്നാലും പല സത്യങ്ങളും പറയൂല. ഈ ചാനൽ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? വേറൊരു ചാനലല്ല, വേറിട്ടൊരു ചാനലാണ്. ശരിയാണ്, മലയാളത്തിലെ ഏറ്റവും വേറിട്ടൊരു ചാനലാണ്. ഈ ഫാരിസ് അബൂബക്കർ വെറുക്കപ്പെട്ടവെന്ന് പറഞ്ഞ സമയത്ത് VS അച്യുതാനന്ദൻ പറഞ്ഞ സമയത്ത് ഉടനെ ചെന്നൈ പോയിട്ട് ഫാരിസ് അബൂബക്കറിനെ ജോൺ ബിട്ടാസ് ഇൻ്റർവ്യൂ നടത്തി. കാരണം പിണറായി വിജയൻ്റെ ചിങ്കിടികളാണെല്ലാം. പിണറായി വിജയൻ പറയുന്നതിനപ്പുറമൊന്നും മമ്മൂട്ടി പോവില്ല. പിന്നെന്ന് വെച്ചാൽ ഇടത്തും വലത്തും ഒരു ആൻഡോ ജോസഫിനെ ഒരു രമേശ് പിഷാരടിയൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. മമ്മൂട്ടിക്ക് എന്ത് നിലപാടല്ലേ? മമ്മൂട്ടി ഏത് സീരിയസ് ആയിട്ടുള്ള വിഷയത്തിൽ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൽ മമ്മൂട്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? മമ്മൂട്ടി അല്ലാത്ത പല കാര്യങ്ങളിലും അഭിപ്രായം പറയുമല്ലോ. സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ മമ്മൂട്ടി? TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ മമ്മൂട്ടി? മമ്മൂട്ടി അത്ര വലിയ മാന്യത ചമഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ മമ്മൂട്ടി ഇവിടെ പോകാതിരുന്നത് ഈ കുയിന്തും കൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ മൂപ്പര് സുരേഷ് ഗോപി വരുന്നു. സുരേഷ് ഗോപി വരുമ്പോൾ സുരേഷ് ഗോപിക്ക് ഉള്ള സ്വീകാര്യത എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ഷമ്മി തിലകൻ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വല്ല ബർത്ത്ഡേ വിഷസ് നേർന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഷമ്മി തിലകൻ്റെ അടിയിൽ സൈബർ സഖാക്കളുടെ പൊങ്കാലയായിരുന്നു. മനസ്സിലായില്ലേ ഇപ്പോൾ ഷമ്മി തിലകൻ മാത്രമല്ല ഉള്ളേ എന്നുള്ളത്? സുരേഷ് ഗോപി അവിടെ ചെല്ലുന്നു, അതും വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലമായിട്ട് വിട്ടു നിൽക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ ചെല്ലുന്നു, ആളുകൾ മത്സരിക്കുന്നു. ഏറ്റവും പ്രശസ്തരായ നടീനടന്മാരെല്ലാം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പ്രായഭേദമന്യേ പുതുതായിട്ട് വന്ന കുട്ടികൾ തൊട്ട് 10-70 വയസ്സുള്ള പഴയകാല നടന്മാരും നടിമാരും വരെ വന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത് പുതിയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാലത്തിൻ്റെ കാവ്യനീതിയാണ്. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതാ. സുരേഷ് ഗോപിക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച ആൾക്കാരും CPMൻ്റെ പ്രതിനിധികളായിട്ടുള്ള മമ്മൂട്ടി വന്നിട്ടില്ല, മുകേഷ് വന്നില്ല, MLA, മന്ത്രി ഗണേഷ് കുമാർ വന്നില്ല. ഗണേഷ് കുമാർ എന്തൊക്കെ തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞേ? ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് കഞ്ഞി കുടിച്ചിട്ട് കൈ നക്കി പാത്രം പഠിച്ചെടുത്തു, പാത്രം പോലും തിന്നു കളയുമെന്ന് ഞാൻ പേടിച്ചു പോയി. എടോ, നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഹോട്ടലിലാണെങ്കിലും ആ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചോറ് കഴിച്ചു കഴിഞ്ഞാലും ആ കറി നല്ല കറിയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വടിച്ചെടുക്കും നമ്മൾ. ഞാൻ ചെയ്യാറുണ്ട്. അതിൽ ഒരു നാണക്കേടും എനിക്ക് തോന്നാറില്ല. ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഈ യൂറോപ്യൻസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചോദിക്കേ, കാരണം അവർ ഈ കത്തിയും സ്പൂണും എല്ലാം കൂടെ വെച്ചിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുക. കൈ കൊണ്ട് കഴിക്കുന്ന തന്നെ അവർക്ക് പ്രശ്നമാണ്. വൈ യു ഇന്ത്യൻസ് ആർ യൂസിങ് ദിസ് എന്നൊക്കെ പറയും എന്നോട്. പക്ഷെ ഞാൻ എന്താ സോറി നോട്ട് യൂസിങ് ദിസ് എന്നൊക്കെ പറയും. നമുക്ക് താല്പര്യമില്ല. കാരണം അവർ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉടയ്ക്കണേ, അതേമാതിരി അല്ലല്ലോ നമ്മൾ. അപ്പോൾ അവർ അവിടെ വൃത്തിയില്ല. ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കുന്നിടത്ത് അവർക്ക് കയ്യിലൊന്നും ആവാൻ പാടില്ല. ഈ ഫോർക്കും ഈ സ്പൂണും എല്ലാം വെച്ചിട്ട് ഇരുന്ന് കഴിക്കണം. നമ്മളത് കയ്യിലായി കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് കൈ കഴുകും. നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കഴുകി കയ്യും സോപ്പ് ഹാൻഡ് വാഷൊക്കെ എടുത്തിട്ട് നമ്മൾ കഴുകിയിട്ടാണ് നമ്മൾ പോരുക. അതവർക്കില്ല. എന്തായിരുന്നാലും അതല്ല വിഷയം, യൂറോപ്യൻസ് അല്ല വിഷയം. ഈ അമ്മയുടെ സമ്മേളനത്തിനകത്ത് സുരേഷ് ഗോപി കിട്ടിയിട്ടുള്ള സ്വീകാര്യത എന്ന് പറയുന്നത് അത് കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് ഉള്ള സൂചനയാണ്. അതിനെ അങ്ങനെ പ്രതീകാത്മകമായിട്ട് കാണാനുള്ള തിരിച്ചറിവ് CPMനുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം യുവ നടന്മാർ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാ. എല്ലാവരും, ടൊവിനോ ആവട്ടെ ബാക്കിയുള്ളവരാവട്ടെ, എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാ, തിരിച്ചറിവുള്ളവരാ, രാഷ്ട്രീയ ബോധമുള്ളവരാ. ഇതൊരു ട്രെൻഡാണ്.
ഇതൊരു ട്രെൻഡാണ് ഈ സ്വീകാര്യത എന്ന് പറയുന്നത്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിയോട് അനുഭാവം പ്രകടിപ്പിക്കാൻ പലരും മടിച്ചു നിന്നിരുന്നു. കാരണം കേരളത്തിൽ പൊതുവേ BJP-ക്കാരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ മറ്റൊരു കോർണർ ചെയ്യുന്നുള്ള പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൊളിഞ്ഞുപോയി. കാരണം ഇന്നസെൻ്റ് മത്സരിച്ചു, മുകേഷ് മത്സരിച്ചു, ഗണേഷ് മത്സരിച്ചു. ഇവർക്കെല്ലാം നടന്മാർ അവിടെ എല്ലാം പോയിട്ട് ഇവർക്ക് വേണ്ടി പ്രചാരണത്തിനൊക്കെ പങ്കെടുത്തിരുന്നു. പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു, പൊതുസമ്മേളനങ്ങൾ സംസാരിക്കുന്നു, ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അതിലൊരു അത്യാവശ്യം നിലപാടെടുത്തിട്ടുള്ള വ്യക്തി രമേശ് പിഷാരടിയാണ്. കോൺഗ്രസിൻ്റെ പരിപാടികളിലൊക്കെ പോയിട്ട് ഞാൻ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. സലീം കുമാറും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ജഗദീഷ് അവരുടെ സ്ഥാനാർത്ഥിയാവാനും തയ്യാറായി പത്തനാപുരത്ത്. പിന്നെ ഭീമൻ രഘു പിന്നെ എന്ത് വേഷം കിട്ടിയാലും ഒരു കോമാളി എന്നല്ലാതെ എന്തോ. ഞാൻ കരുതി ഇയാൾ നല്ല കഴിവുള്ള ആളാണെന്നാണ്, ഇയാൾ വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള ആളാണ്, നല്ല നിലപാടുള്ള ആളാണെന്നൊക്കെ കരുതിയാണെന്ന് വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു തോന്നുന്നു. പിന്നെ അപ്പോൾ ഈ വലിപ്പം മാത്രമേ ഉള്ളൂ, പൊട്ടണ എന്നെനിക്ക് ഇപ്പം സംശയം തോന്നുന്നുണ്ട്. പലരും അങ്ങനെ കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ എനിക്കും അത് തോന്നുന്നുണ്ട്. കാരണം പിണറായി അച്ഛനാണെന്ന് പറയുക, ഇത് പിണറായി ഇയാളും തമ്മിൽ കുറച്ച് പ്രായത്തിന് വ്യത്യാസമേ ഉള്ളൂ. പിണറായി ഇയാൾ അച്ഛനാവണമെന്നുണ്ടെങ്കിൽ പിണറായി ഒരു പിന്നെ 10 വയസ്സുണ്ടാകുമ്പോൾ ഈ മറ്റേ ഏർപ്പാട് തുടങ്ങണം. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. ഒരു വിവരമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെപ്പോലെ കാണുന്നത് പുള്ളി പ്രസംഗിച്ച് തീരുന്നിടം വരെ ഞാനിങ്ങനെ എണീറ്റ് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടകം കാണിക്കില്ല. എങ്ങനെയെങ്കിലും അടുത്തൊരു സീറ്റ് കിട്ടണം എന്നുള്ളതാണ്. അയാൾക്കൊരു സീറ്റും കിട്ടാൻ പോലില്ല. വല്ല പഞ്ചായത്തിലൊക്കെ സീറ്റ് കിട്ടിയാൽ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭീമൻ്റെ കൂടെ കോപ്രായൊക്കെ കണ്ടിട്ടൊന്നും CPM-ൽ സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വേറെ ഉണ്ടെന്നേ. ഭീമൻ്റെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ മത്സരിച്ചതാണ്. പത്തനാപുരത്ത് തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് 3 പേരും സിനിമാ നടന്മാരായിരുന്നു. ജഗദീഷും മത്സരിച്ചു. പക്ഷേ ഈ വേറെ കാര്യമുണ്ട്, രാഷ്ട്രീയമായിട്ട് വേറെ സൂചനയും കൂടിയുണ്ട്. ജോയ് മാത്യുവിന് കിട്ടിയിട്ടുള്ള വോട്ട്, ജോയ് മാത്യു ഭയങ്കര തകർപ്പൻ വിജയമാണ് നടത്തിയിട്ടുള്ളത്. നിരന്തരമായി CPM വിമർശകനാണ്, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനാണ് ജോയ് ഏട്ടന് നാടകത്തിലൂടെ കടന്നു വരികയും ജോൺ അബ്രഹാമിൻ്റെ സിനിമയിൽ അമ്മ അറിയാനെന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുകയും ചെയ്തത് എപ്പോഴാണെന്നറിയോ? 1986 38 വർഷം മുമ്പ്. അന്ന് അദ്ദേഹം പിന്നെ അമ്മ അറിയാനെന്ന സിനിമയിലെ നായകനായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജനകീയമായി ഒരു സിനിമ, ജനകീയ ഫണ്ടിങ്ങോട് കൂടിയിട്ട് സിനിമ നിർമ്മിച്ച പിന്നെ ആ രീതിയിലാണ് നടത്തിയിരുന്നതെന്ന്, ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ. ഒഡേസ സത്യനാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഒഡേസ ഫിലിം സൊസൈറ്റിയാണ് അത് പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ. അങ്ങനെ മലയാളത്തിലെ പിന്നെ ഈ ചലച്ചിത്ര മേഖലയിലെ ഒരു വിപ്ലവമായിരുന്നു അത്. പിന്നെ ജോൺ അബ്രഹാം ആ കാലത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം പുള്ളി ഒരു അനാർക്കിസ്റ്റ് ആയിരുന്നു. പുള്ളി വളരെ ഡിസോർഡറായിട്ട് പോയിരുന്ന, എക്സ്ട്രീം എസെൻട്രിക് ആയിരുന്നു. അങ്ങനെ പോയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു. ഇല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ പിന്നെ ഉണ്ടാവുമായിരുന്നു. പിന്നീട് ജോയി ഏട്ടന് പിന്നെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ പോയി പല ജോലികൾ ചെയ്തു. ഏറ്റവും അവസാനം അമൃത TV-യുടെ മിഡിൽ ഈസ്റ്റിൻ്റെ ചീഫായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വേദിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഒരുമിച്ച് ഞങ്ങൾ പിന്നെ പുള്ളി മുഖ്യാതിഥിയായിട്ടും ഞാൻ മുഖ്യ പ്രഭാഷകനൊക്കെ ആയിട്ട് അന്ന് ഖത്തറിലെ അമൃത TV-യുടെ ചുമതലയുള്ള പ്രദീപ് മേനോൻ പുള്ളിയാണ് സംഘടിപ്പിച്ചത്. അങ്ങനെയൊക്കെ പിന്നെ ഒരുമിച്ചുള്ള ഒരു അനുഭവമുണ്ട്, ഒരു രാത്രി മുഴുവനുള്ള. പുള്ളിക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഓർത്തിരിക്കുമല്ലോ സെലിബ്രിറ്റി ആയതുകൊണ്ട്. ജോയി ഏട്ടന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയി മാത്യുവിന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ നിലപാടിനോട് കൊടുക്കുന്ന അംഗീകാരമാണ് പുതുതലമുറ. അത് മനസ്സിലാക്കണം. ആ തിരിച്ചറിവ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേപോലെ അനൂപ് ചന്ദ്രൻ കള്ളക്കയാനും കുടിക്കാറുണ്ട്. കള്ളും കുടിച്ചിട്ട് വായി തോന്നുന്നത് മുഴുവൻ CPM-ന് വേണ്ടി ബാക്കിയുള്ളവരെ മുഴുവൻ പള്ളു പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന, പിന്നെ കോൺഗ്രസ്സുകാരെയും BJP-ക്കാരെയും ലീഗുകാരെയും എല്ലാം എന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന അനൂപ് ചന്ദ്രന് മത്സരിച്ചു. അനൂപ് ചന്ദ്രൻ തോറ്റുപോയില്ലേ? അതായത് അതായത് CPM എന്ന് പറഞ്ഞാൽ ഈ കമ്മികൾ എന്ന് പറയുന്ന ആൾക്കാരോട് ചലച്ചിത്ര പ്രവർത്തകർക്ക് എതിർപ്പായിട്ടുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുള്ള ഒരു പിന്നെ അത്ര വലിയ സ്വീകാര്യത. അതുമാത്രമല്ല, മണിയമ്പിള്ള രാജു അവിടെ വെച്ച് പറയുന്നു സുരേഷ് ഗോപിയാണ് അമ്മയുടെ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതെന്ന്. പുതുതലമുറയിൽപ്പെട്ട നടീനടന്മാർക്ക് അറിയാത്തൊരു വിവരമാണ്. അങ്ങേ അറ്റത്തെ ഹർഷാരവത്തോട് പോയിട്ട് പിന്നെ ഓഡിയൻസ് സ്വീകരിക്കുന്നു. അവർക്ക് അറിയില്ലായിരുന്നോ? മണിയമ്പിള്ള രാജു പറയുന്നത് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് സുരേഷ് ഗോപിയാണ് സജസ്റ്റ് ചെയ്യുന്നത്, ചലച്ചിത്ര പ്രവർത്തകർക്ക് സംഘടന വേണ്ടേ, നടീനടന്മാരുടെ സംഘടന ഉണ്ടാക്കണ്ടേ, നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ എന്ന് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഈ മനുഷ്യൻ്റെ ഇപ്പോഴും ചാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. വാ തുറന്നാൽ ചിലപ്പോൾ ചില ബന്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അത് പുള്ളിയുടെ ശുദ്ധത കൊണ്ട് പറ്റുന്നതാണ്. പുള്ളി അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ആ തുടക്കത്തിൽ പുള്ളിയാണ് ഏറ്റവും ആദ്യം കയ്യിൽ നിന്ന് ഫണ്ടെടുത്ത് കൊടുക്കുന്നത്. ഇവർ 3 പേര് തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ എന്ന് തന്നെ പറയാം. അമ്മ എന്ന സംഘടനയുടെ അമ്മയുടെ അച്ഛനാണ് സുരേഷ് ഗോപി, അമ്മയുടെ പിതാവാണ് സുരേഷ് ഗോപി എന്ന് തന്നെ പറയാം. ആ പ്രയോഗത്തിന് അമ്മയുടെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോണ്ടാവുന്ന പ്രയോഗത്തിലുള്ള കുഴപ്പത്തിനാണ് അമ്മയുടെ പിതാവ് നീ മാറ്റി പറഞ്ഞത്. ആ രീതിയിൽ ഇങ്ങനെ സംഘടന, ഇത്രയും വിപുലമായിട്ടുള്ള സംഘടന ഇന്ന് ഇന്ത്യയിലെ വിവിധ
സംസ്ഥാനങ്ങളിലുള്ള ഇപ്പോൾ ടോളിവുഡ് ആവട്ടെ, ബോളിവുഡ് ആവട്ടെ, അല്ലെങ്കിൽ കന്നഡ സിനിമയാവട്ടെ, തെലുങ്ക് സിനിമയാവട്ടെ, ഈ മേഖലകളിലെല്ലാം ബംഗാളി സിനിമയാവട്ടെ നോക്കുമ്പം കേരളത്തിൽ ഇത്ര വലിയ ചലച്ചിത്ര കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തതിനകത്ത് സുരേഷ് ഗോപി അതിൻ്റെ പിന്നിൽ, തിരശ്ശീലയ്ക്ക് പിന്നിൽ സുരേഷ് ഗോപിക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല സുരേഷ് ഗോപി സംസാരിച്ചപ്പോൾ, പ്രസംഗിച്ചപ്പം എന്തൊരു വിനയത്തോടു കൂടിയിട്ടും ഞാനാണിത് ഉണ്ടാക്കിയത്, ഞാനാ വലിയ സംഭവം എന്നൊന്നും പറയാൻ പോയിട്ടില്ല. സുരേഷ് ഗോപി അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടിയിട്ട്, അങ്ങേയറ്റത്തെ ആത്മീയബോധത്തോടു കൂടിയിട്ട് സംസാരിച്ചു. MG സോമൻ ഉൾപ്പെടെയുള്ള ആ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗം. പുള്ളിക്ക് വലിയ ഭാഷയൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല, വലിയ പ്രാസംഗികനൊന്നുമല്ല. പക്ഷെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ നിഷ്കളങ്കമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ടായിരുന്നു. ഏകദേശം 1 വർഷം മുമ്പാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്ന് പറഞ്ഞത്. ഏത്? ഒരു പെൺകുട്ടിയുടെ തോളിൽ ഒന്ന് കൈകൊണ്ട് തൊട്ടു. മാധ്യമപ്രവർത്തക പുള്ളിയുടെ മക്കളുടെ പ്രായമേ ഉള്ളൂ, മരിച്ചുപോയ ലക്ഷ്മി മോളുടെ പ്രായമേ ഉള്ളൂ, അതുപോലും ഇല്ല. എന്നിട്ട് ഈ പെൺകുട്ടി അവളെ പീഡിപ്പിക്കാൻ നോക്കിയെന്നുകൊണ്ട് പരാതി കൊടുത്തത് ഈ കമ്മികളുടെ വർത്തമാനം കേട്ടിട്ട്. കേട്ടാ തോന്നുന്നു ഏതെങ്കിലും അടച്ചിട്ട റൂമിൽ പോയിട്ട് ഇവളെ ബലാത്സംഗം ചെയ്യാൻ നോക്കി എന്നുള്ളത്. എല്ലാ മാധ്യമപ്രവർത്തകരെയും മുമ്പിൽ വെച്ചിട്ട്, ക്യാമറകളുടെ മുമ്പിൽ വെച്ചിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ മുളയെന്നുണ്ടെങ്കിൽ തട്ടി വർത്താനം പറഞ്ഞു. അതിനകത്ത് ഈ തോന്നിവാസം പറഞ്ഞു. അവക്കും കൂടിയുള്ള മറുപടിയാണ്. അവക്കും അവളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നടന്ന, അവളെ കൊണ്ട് പൊക്കിക്കൊണ്ട് നടന്ന കുറേ നാറികളുണ്ടല്ലോ ഇവിടുത്തെ ഈ സൈബർ കമ്മികൾ, അവർക്ക് കൂടിയുള്ള മറുപടിയാണ്. മലയാള സിനിമയിലെ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ, നടിമാർ മുഴുവൻ പ്രായഭേദമന്യേ 20 വയസ്സുള്ളവർ തൊട്ട് 60 വയസ്സുള്ളവർ വരെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും അദ്ദേഹം അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഓരോരുത്തരും പോയിട്ട് ഹഗ് ചെയ്യുന്നത്. ഇതൊക്കെ ഇവർക്കൊക്കെ കൊടുത്ത മറുപടിയാണ്. ആലോചിച്ച് നോക്കാം, അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് തോളിലും തട്ടിപ്പിക്കാൻ അവർക്ക് ചൊറിച്ചിലായി. ഇതിനൊക്കെ പച്ചമലയാളത്തിൽ പറഞ്ഞിട്ട് കഴപ്പെന്ന് പറയണ്ടേ. അപ്പോൾ അവൾ ആരെങ്കിലും അവളുടെ തോളിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ, അവൾ അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ അവരുമായിട്ട് മടങ്ങി കൊടുക്കാൻ തയ്യാറായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അനുമതിയില്ലാതെ തൊടാൻ പാടില്ല എന്നൊക്കെ പറയും. തൊട്ട ഇഷ്ടമല്ലെങ്കിൽ കൈ മാറ്റി സുരേഷ് ഏട്ടാന്ന് പറഞ്ഞാൽ പോരെ. അത്രയല്ലേ പറയേണ്ടുള്ളൂ. പീഡിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറയണത് എന്തിനാ? അതിനുള്ള മറുപടിയും കൂടി കൊടുത്തു സുരേഷ് ഗോപി വളരെ മനോഹരമായിട്ട്. സുരേഷ് ഗോപി അധികം ഒന്നും പറഞ്ഞില്ല, അധികം വർത്തമാനങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ സുരേഷ് ഗോപി വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രസൻസിലൂടെ ചില മെസ്സേജ് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ചില മെസ്സേജ് കൊടുത്തു. പ്രസംഗത്തിൽ കൂടെ കൊടുത്തതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല സ്വീകാര്യത, അദ്ദേഹത്തെ ഓരോരുത്തരും വന്നിട്ട് ആലിംഗനം ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അത് മലയാള സിനിമ കേരളീയ രാഷ്ട്രീയത്തിന് നൽകുന്ന വേറെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സാധനമാണ്. അത് മനസ്സിലാക്കാൻ CPM-മാർക്ക് ബുദ്ധിയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം പുതുതലമുറ വേറൊരു വഴിയിൽ കൂടെ ചിന്തിക്കുന്നു. അദ്ദേഹത്തിന് സ്വീകാര്യത കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വെക്കുന്ന രാഷ്ട്രീയത്തിന് സ്വീകാര്യത കിട്ടുന്നു. ഇതൊന്നും കണ്ട് സഹിക്കാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് മമ്മൂട്ടി വരണ്ടാന്ന് തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്തതാണ്, തലേന്ന് തീരുമാനിച്ചതല്ല നാളെ അമ്മയുടെ ജനറൽ ബോഡി എന്നുള്ളത്. ഇത് കാലങ്ങൾക്ക് മുമ്പേ തീരുമാനിക്കുന്നതാണ്. ഇതുവരെയുള്ള ജനറൽ ബോഡിക്ക് ബാക്കി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് പങ്കെടുക്കുന്നവരാ. അപ്പം എന്ന് വെച്ചാൽ കൊതിക്കറിവ് എന്നെക്കാളും വലിയവനായിട്ട് അവൻ പോകുമെന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും മമ്മൂട്ടിക്കുള്ള മറുപടിയാണിത്, ഷമ്മി തിലകനുള്ള അംഗീകാരമാണിത്, നിമിഷ സജയനുള്ള മറുപടിയാണിത്. നിമിഷ സജയൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ പൊട്ടിമുളച്ച സാധനമാണ്. അച്ഛൻ്റെ പ്രായമുള്ള ഈ മനുഷ്യനെ കുറിച്ച് പറയാം. തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല, നമ്മൾ ഇന്ത്യ ചോദിച്ചാൽ കൊടുക്കുമോ? കൊടുക്കൂല. തൃശ്ശൂരും കൊടുത്തു, ഇന്ത്യയും കൊടുത്തു. ഇന്ത്യ 3 പ്രാവശ്യം കൊടുത്തു, തൃശ്ശൂരും കൊടുത്തു. നിമിഷ സജയൻ മനസ്സിലാക്കണം. എന്നിട്ട് നിമിഷ സജയൻ സൈബർ അറ്റാക്കിന് ഇരയായപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അവരും അന്ന് ചിന്തിച്ചില്ല. അന്ന് അച്ഛനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതേ ഫീൽഡിൽ തന്നെയുള്ള സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള കൺസിഡറേഷൻ അവർ നൽകിയില്ല. അന്നും എനിക്ക് വിഷമമുണ്ട്. ഇപ്പോൾ അവരറ്റാക്ക് ചെയ്യപ്പെടുമ്പോഴും എനിക്ക് വിഷമമുണ്ടെന്നാണ്. അഹങ്കാരത്തിൻ്റെ പുറകെ പോകരുത്. അതും CAA വിരുദ്ധ സമരം. CAA വിരുദ്ധ സമരം ഇവിടെ കേരളത്തിൽ നടത്തുന്നുണ്ട്. കേരളത്തിൽ ആരാ CAA പരിഗണനയിൽ വരുന്നത്? കേരളത്തിൽ ആരാ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്? ഏതെങ്കിലും അഫ്ഗാനിയോ, ഏതെങ്കിലും പാകിസ്ഥാൻകാരനോ, ഏതെങ്കിലും ബംഗ്ലാദേശിയോ ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആഷിഖ് അബും റിമാ കല്ലിങ്ങിനും കൂടി വേറെ പണിയൊന്നും ഇല്ലാതെ അവർ പറയുമ്പോൾ നിമിഷ സജയൻ പോയിട്ട് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. വിവരമില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം പുറത്തായിരുന്നു. ഇവിടുത്തെ പൊളിറ്റിക്സ് എന്താ, ഡാറ്റ എന്താ, ഒന്നും അറിയില്ല. ഒരു വസ്തുത അറിയാതെ, ഒരു ഫാക്ട് ചെക്കിങ് നടത്താതെ. അതിൻ്റെ ഭാഗമായിട്ട് എന്തായിരുന്നാലും സുരേഷ് ഗോപി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നു, കണ്ടു, കീഴടക്കി എന്നുള്ളതാണ് അമ്മയുടെ യോഗത്തിൽ നടന്നത്. അതും അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടിയിട്ടാണ് വന്നത്. അദ്ദേഹത്തെ സമീപിച്ച എല്ലാ ആളുകളോടും എനിക്ക് തോന്നുന്നു നമ്മളെ പക്രു ഉണ്ടല്ലോ, ഈ ഉണ്ടപ്പക്രു, എന്താണ് പറയുക, പേരെനിക്ക് ഓർമ്മയില്ല. പക്രു
നമ്മളെ ഉയരം കുറഞ്ഞ കക്ഷി നടൻ. അദ്ദേഹത്തെ ആരോ എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കസേരയിൽ എടുത്തിരുത്തുന്നു, ഇങ്ങനെ തോളെ കൂടെ ഇങ്ങനെ കൈയിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഒരുതരം ആരാധനാ മനോഭാവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തെ സമീപിച്ചിരുന്നത്. അത്ര കണ്ട് ഇഷ്ടത്തിൽ പോയി. അത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അതിന് കിട്ടിയിട്ടുള്ള അംഗീകാരം. വേറൊന്നുണ്ട്, ഗണേഷ് കുമാർ വേറൊന്നും പറഞ്ഞായിരുന്നു, ഇങ്ങനെ അഭിനയിക്കുകയാണ്, കിരീടം കൊണ്ടേ കൊടുക്കുന്നത്. കിരീടം കൊണ്ടേ കൊടുത്തത് അഭിനയമില്ല എന്നുള്ളതിന് തെളിഞ്ഞില്ലേ? കിരീടം കൊണ്ടേ കൊടുത്ത അതേ ലൂർദ് മാതാവിൻ്റെ പള്ളിക്കകത്ത് പിന്നീടും ഇദ്ദേഹം പോയി അടുത്തൊരു ഉപഹാരം കൊടുക്കുന്നു. അപ്പോൾ അയാളുടെ സത്യസന്ധതയായി. ഇലക്ഷന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ പിന്നെ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണാറുണ്ട്, ഏതെങ്കിലും പിള്ളേരെ മോക്ക് വരെ തുടച്ചു കൊടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ ഡെറ്റോളിട്ട് കഴുകുക എന്നൊക്കെ പറയുന്നത് ഈ സിനിമയ്ക്കകത്ത് കാണുന്ന രീതിയിലുള്ള രാഷ്ട്രീയക്കാർ കുറേ പേരുണ്ട്, കാമ്പറ്റിയുള്ളവർ. പക്ഷേ സുരേഷ് ഗോപി ആ കാമ്പറ്റ്യത്തിൻ്റെ വഴിയല്ല പോയത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോകാതിരിക്കാം. ഞാൻ ജയിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു, ജയിച്ചിട്ട് പോയി. എന്തായിരുന്നാലും ഇത് വലിയൊരു ട്രെൻഡാണ്. സുരേഷ് ഗോപി എന്ന ഒരു പിന്നെ മനുഷ്യൻ്റെ വിജയമാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അമ്മയുടെ യോഗത്തിൽ പോകാറുണ്ടായിരുന്നില്ല ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇനി എനിക്ക് പോകാം, പോയി കീഴടക്കാം, പിന്നെ ഞാൻ കാലത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടാണ് വരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസം മുഖത്തുണ്ടാകുമ്പോഴും അഹങ്കാരത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ വരുമ്പോഴോ പിന്നെ സംസാരിക്കാൻ വരുമ്പോഴോ കൈ കൊടുക്കാൻ വരുമ്പോഴോ വിട്ടുക്ക്, കടക്ക് പുറക്ക്, പരനാറി, നികൃഷ്ടജീവി ഇതൊന്നും പറയാൻ പറ്റില്ല. വളരെ എല്ലാ മനുഷ്യനെ, ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് തൊട്ട് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് വരെ സ്നേഹത്തോടുകൂടി പെരുമാറി. സിദ്ദിഖിൻ്റെ അടുത്ത് പോയിരുന്നു സംസാരിക്കുമ്പം സിദ്ദിഖിൻ്റെ മകൻ നഷ്ടപ്പെട്ട ആ വിഷയത്തിൽ വിഷമത്തിൽ നിൽക്കുക സിദ്ദിഖ്, അവരെ കൂടെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ആ സമയത്ത് സിദ്ദിഖ് കരഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. അതാണ് പറയുന്നത്, സുരേഷ് ഗോപി ഒരു മനുഷ്യനാണ്. പിന്നെ കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം സുരേഷ് ഗോപിയിലൂടെ കാലം കണക്ക് ചോദിക്കുക തന്നെയായിരുന്നു. അത് അമ്മയുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും കേരള രാഷ്ട്രീയത്തിൻ്റെ മുമ്പിലും.